ഈ ജീവിതത്തിൽ മറ്റുള്ളവരോട് ബന്ധപ്പെടുന്ന അവസരത്തിൽ, പൊതുജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ, രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ, കച്ചവടത്തിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ക്രിസ്ത്യാനി എന്ന ആ തനിമയെ ഞാൻ ഒരിക്കലും മറച്ചു വെക്കരുത്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ ഞാൻ ലജ്ജിക്കരുത്. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതിയോ അവന്റെ സുവിശേഷത്തെ പ്രതിയോ നാം ഒരിക്കലും ലജ്ജിക്കരുത്. മറിച്ച് അഭിമാനിക്കണം, സന്തോഷിക്കണം. ഞാൻ ആദ്യത്തെ ദിവസം ആരാധനയുടെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. ആദിലാബാദ് രൂപതയിലെ പാവപ്പെട്ട വിശ്വാസികൾ, വെറും 50 വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യമുള്ള സാധാരണ വിശ്വാസികൾ, ബഹുഭൂരിപക്ഷം മറ്റു മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുന്ന പാവപ്പെട്ട വിശ്വാസികൾ. മറ്റു മതസ്ഥർ എന്ന് പറഞ്ഞാൽ അവഹേളിക്കുന്നവരുണ്ടാകാം, ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, കണ്ണു തുറപ്പിച്ച് നോക്കുന്നവരുണ്ടാകാം. എങ്കിലും ഈ പാവപ്പെട്ട വിശ്വാസികൾ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവരുടെ കൂടെ ബൈബിൾ കൊണ്ടുവരും. വായിക്കാൻ അറിയാവുന്ന എല്ലാ വിശ്വാസികളും ബൈബിളുമായിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. ഈ പള്ളിയിലേക്ക് ബൈബിളുമായി വരുമ്പോൾ കണ്ടു നിൽക്കുന്നവർ അവരെ അവമാനിച്ചേക്കാം, കണ്ടു നിൽക്കുന്നവർ അവരെ കുറ്റപ്പെടുത്തിയേക്കാം, ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തിയേക്കാം, ഒരുപക്ഷെ വഴി തടഞ്ഞേക്കാം. എങ്കിലും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ അവൻ കാണിക്കുന്ന ചങ്കൂറ്റം പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. 2000 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇവിടെയുള്ള ആർക്കെങ്കിലും ബൈബിളുമായി ഞായറാഴ്ച പള്ളിയിലേക്ക് വരുവാൻ ധൈര്യമുണ്ടോ? ചങ്കൂറ്റമുണ്ടോ? ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കാതെ, അവന്റെ വചനത്തെ കുറിച്ച് ലജ്ജിക്കാതെ, വചനവും കൈകളിലേന്തി വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച കടന്നു വരുവാൻ നിങ്ങളിൽ എത്ര പേർ തുനിയും? നമുക്ക് മടിയാണ്, നമുക്ക് പേടിയാണ്, നമുക്ക് ലജ്ജയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെ കുറിച്ച് ലജ്ജിച്ചാൽ, എന്റെ വചനത്തെ കുറിച്ച് ലജ്ജിച്ചാൽ, ഞാനും നിങ്ങളെ കുറിച്ച് ലജ്ജിക്കും. വചന ജീവിതം എന്ന് പറയുമ്പോൾ നാം എല്ലാവരും അർത്ഥമാക്കുന്നത് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, കുറച്ച് വചനങ്ങൾ മനഃപ്പാഠമാക്കുക, മാസത്തിലൊരിക്കൽ ധ്യാനത്തിൽ പങ്കെടുക്കുക, ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, TV ചാനലുകളിൽ വചനപ്രഘോഷണം കേൾക്കുക. ഇതൊക്കെയാണ് വചന ജീവിതം എന്ന് പറയുമ്പോൾ നാം സാധാരണ രീതിയിൽ അർത്ഥമാക്കുന്നത്. എൻ്റെ അടുത്ത് ചില സഹോദരിമാർ വന്ന് പറയാറുണ്ട്, ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ട് 25 വർഷമായി, ഞാൻ വചന ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 30 വർഷമായി. ഞാൻ പറയും, നല്ല കാര്യം. ഈ 30 വർഷത്തെ വചന ജീവിതത്തിൻ്റെ ആകെത്തുക എന്താണ് നിങ്ങൾ ഈ വചന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അവർ പറയാറുള്ളത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പല ആവർത്തി വായിച്ചു കഴിഞ്ഞു. വചനം മനഃപ്പാഠമാക്കും, വചനം എഴുതും, ധ്യാനങ്ങളിൽ സംബന്ധിക്കും, ജാഗരണ പ്രാർത്ഥനകളിൽ സംബന്ധിക്കും. ഇവയെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ ഇതൊന്നുമല്ല വചന ജീവിതത്തിൻ്റെ പൂർണ്ണത. ഇത് വചന ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് ബൈബിൾ വചനങ്ങൾ മനഃപ്പാഠമാക്കി വചനധ്യാനങ്ങളിൽ പങ്കെടുത്താൽ അത് വചന ജീവിതമായി എന്നാണ്. അത് വചന ജീവിതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി, ഏറ്റവും താഴത്തെ പടി മാത്രമാണ്. വചന ജീവിതത്തിന് 3 പടികളാണ് ഉള്ളത്, 3 തലങ്ങൾ. ഒന്നാമത്തെ ഭാഗം വചനം പഠിക്കുക. ഇതിൽ നാം പറയുന്ന വചനം കേൾക്കലും, വചനം വായിക്കലും, വചനം എഴുതലും എല്ലാം ഉൾപ്പെടുത്താം. വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മിൽ ബഹുഭൂരിപക്ഷം പേരും ഈ തലത്തിൽ നിൽക്കുന്നവരാണ്. വചനം പഠിക്കുക. പക്ഷെ ഇത് ആദ്യത്തെ പടിയാണ്, ആദ്യത്തെ തലമാണ്. രണ്ടാമത്തെ തലം വചനം പാലിക്കുക. പഠിച്ച വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതാണ് രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലം, ഏറ്റവും പ്രധാനപ്പെട്ട തലം, വചന ജീവിതത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്ന കാര്യം, വചനം പ്രഘോഷിക്കുക. ഇതാണ് മൂന്നാമത്തെ തലം. അപ്പോൾ വചനം പഠിക്കുക, വചനം പാലിക്കുക, വചനം പ്രഘോഷിക്കുക.
25-30 വർഷമായി വചന ജീവിതത്തിലാണെന്ന് പറയുകയും ഒരു മനുഷ്യനോട് പോലും സുവിശേഷം പറയാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി വചന ജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. വചന ജീവിതം പൂർണ്ണതയിലെത്തുന്നത് വചനം പ്രഘോഷിക്കുന്ന തലത്തിലേക്ക് നാം ഉയരുമ്പോഴാണ്. വചനം പ്രഘോഷിക്കണം. ഇനി വചനം പ്രഘോഷിക്കുമ്പോൾ ആരോടാണ് പ്രഘോഷിക്കേണ്ടത്? അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. വചനം പഠിക്കുക, വചനം പാലിക്കുക, വചനം പ്രഘോഷിക്കുക. ഈ 3 ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വചന ജീവിതം നയിക്കുന്നവരാകുന്നത്. ആദ്യത്തെ തലത്തിൽ മാത്രമാണെങ്കിലും രണ്ടാമത്തെ തലത്തിലാണെങ്കിലും നാം വചന ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയവരല്ല. വചന ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം എത്തുന്നത് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോഴാണ്. കേട്ട വചനം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ഒതുക്കി നിർത്താതെ, കേട്ട വചനം എൻ്റെ രോഗശാന്തിക്കും എൻ്റെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനു വേണ്ടി മാത്രം ഒതുക്കി നിർത്താതെ കേൾക്കാത്തവരോട് പ്രസംഗിക്കുന്ന ആ തലത്തിലേക്ക് ഉയരുമ്പോഴാണ് വചന ജീവിതം പൂർണ്ണതയിലെത്തുന്നത്. ഇനി നമുക്ക് ഓരോരോ തലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. വചനത്തെക്കുറിച്ച് പൊതുവായി നാം കണ്ടതുകൊണ്ട് വചനം എന്താണെന്നോ വചനത്തിൻ്റെ ശക്തി എന്താണെന്നോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വചനം പഠിക്കുക എന്നതിനെക്കുറിച്ച് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനം. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യോഹന്നാൻ ശ്ലീഹ എഴുതി വയ്ക്കുകയാണ്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. വചനം വായിക്കുന്നവർ, വചനം കേൾക്കുന്നവർ, വചനം പഠിക്കുന്നവർ അനുഗ്രഹീതർ. കാരണം ആ വചനത്തിലുള്ളത് ജീവനാണ്. അത് നാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ വചനം വായിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം വചനം വായിക്കണം, വചനം നാം കേൾക്കണം, വചനം നാം പഠിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 27-28 വചനങ്ങൾ നമുക്ക് വായിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം വചനങ്ങൾ 27-28. വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആരംഭത്തിലാണ് യോഹന്നാൻ അങ്ങനെ എഴുതിയത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ അവസാനത്തിലാണ്, ഉപസംഹാരമായിട്ടാണ് ഗ്രന്ഥകാരൻ പറയുന്നത്, വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഞാൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി 28-ാമത്തെ വചനം വായിക്കാം. ഇക്കാര്യത്തെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥകാരൻ എഴുതി വച്ചിരിക്കുന്ന കാര്യത്തെപ്പറ്റി, ഇക്കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. പ്രഭാഷകന്റെ പുസ്തകത്തിനെ കുറിച്ച് മാത്രമല്ല ഗ്രന്ഥകാരൻ പറയുന്നത്, തിരുഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നവൻ, അവയെപ്പറ്റി ധ്യാനിക്കുന്നവൻ ജ്ഞാനമുള്ളവനാകും. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് ജീവന്റെ വചനങ്ങളാണ്, വിവേകത്തിൻ്റെ വചനങ്ങളാണ്, വിജ്ഞാനത്തിൻ്റെ വചനങ്ങളാണ്. അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. അപ്പോൾ ദൈവവചനങ്ങൾ പഠിക്കുന്നവൻ, ദൈവവചനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവൻ ജ്ഞാനിയാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വചനം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വചനം. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. എൻ്റെ വചനത്തോട് നിങ്ങൾ അഭിലാഷം കാണിക്കുവിൻ, ആ വചനങ്ങളോട് നിങ്ങൾ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനവും പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 27-28 വചനവും ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വചനവും നമ്മോട് എന്താണ് പറയുന്നത്? നിങ്ങളുടെ വചനം വായിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. നിങ്ങൾ വചനം കേൾക്കുവിൻ, നിങ്ങൾ അനുഗ്രഹീതരാകും. നിങ്ങൾ വചനത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും. ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വചനം. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്,
വിവേകിയായ രാജാവാണ് ജനതയുടെ ഭദ്രത. എൻ്റെ വചനങ്ങളിൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. എൻ്റെ വചനങ്ങളിൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ചാണ് ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവവചനം നാം പഠിക്കണം. എഴുതൽ അതിൽപ്പെടുന്നതാണ്, വായിക്കൽ അതിൽപ്പെടുന്നതാണ്, കേൾക്കൽ അതിൽപ്പെടുന്നതാണ്. ദൈവവചന ജീവിതത്തിൻ്റെ ആദ്യത്തെ തലമാണിത്, ദൈവവചനം പഠിക്കുക. ഈ വചനം നാം ഹൃദയത്തിൽ സൂക്ഷിക്കണം. സങ്കീർത്തനം 119:11 വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. ഹൃദയത്തെ ദൈവവചനങ്ങൾ കൊണ്ട് നിറച്ചാൽ പാപങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടും. പാപത്തിനെതിരെയുള്ള ഒരു രക്ഷാ കവചമാണ് വചനം. ആ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ വചനം നമുക്ക് ശക്തി നൽകും, ഈ വചനം നമുക്ക് കൃപ നൽകും. ഈ വചനത്തിൻ്റെ കൃപ കൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-3 വചനത്തിൽ ഈശോ പറഞ്ഞു: ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ നാം വായിക്കുന്ന വചനം, നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വചനം, നാം കേൾക്കുന്ന വചനം നമ്മെ ശുദ്ധിയുള്ളവരാക്കും. ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ ലഭിക്കുന്ന കൃപകളെക്കുറിച്ച്, നന്മകളെക്കുറിച്ചാണ് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ കാരണത്തെക്കുറിച്ചുമെല്ലാം നാം കണ്ടതുകൊണ്ട് ഞാൻ വിവരിച്ച് പറയുന്നില്ല. ഇതാണ് ആദ്യത്തെ പടി, വചനം പഠിക്കുക. രണ്ടാമത്തെ തലം വചനം പാലിക്കുക. വചനം പാലിക്കുക. വചനം പഠിക്കുന്നത് വളരെ എളുപ്പമാണ്. കാലത്തെഴുന്നേറ്റ് TV ഓണാക്കിയാൽ ഒരു പക്ഷേ വചനങ്ങൾ കേൾക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് വായിച്ചാൽ വചനങ്ങൾ കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. അത് എളുപ്പമാണ്. പക്ഷെ വചനം പാലിക്കുക എന്നത് ഒരു പടി കൂടി ഉയർന്നതാണ്. അത് അല്പം കൂടി ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ മതിലിന്മേൽ അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ എഴുതി വയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ മതിലിൻ്റെ അപ്പുറത്തുള്ള അയൽക്കാരൻ നമ്മെ ഉപദ്രവിക്കുമ്പോൾ, അവൻ നമ്മെ തെറി വിളിക്കുമ്പോൾ അവനോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് വചനം പാലിക്കൽ. വചനം പഠിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ ചുമരുകളിൽ വചനം എഴുതി വയ്ക്കുന്നത്. വചനം പഠിക്കുന്നതിൻ്റെ ഭാഗമാണ് കലണ്ടറുകളിൽ ദൈവവചനം എഴുതി വയ്ക്കുന്നത്. വീടിൻ്റെ മുമ്പിൽ മതിലുകളിൽ ദൈവവചനം എഴുതി വയ്ക്കുന്നത്. പഠിക്കാൻ കൊള്ളാം, പക്ഷെ പാലിക്കണമെങ്കിൽ ആ മതിലിൻ്റെ അപ്പുറത്തുള്ള ദരിദ്രനെ കാണണം, ആ മതിലിൻ്റെ അപ്പുറത്തുള്ള പാപിയെ കാണണം, ആ മതിലിൻ്റെ അപ്പുറത്തുള്ള അവഗണിക്കപ്പെട്ടവനെ കാണണം, ആ മതിലിൻ്റെ അപ്പുറത്തുള്ള ശത്രുവിനെ കാണണം. അവൻ തെറി വിളിച്ചാൽ അവനെ തിരിച്ച് സ്നേഹിക്കാൻ പഠിക്കണം. അവൻ നമ്മെ ഉപദ്രവിച്ചാൽ അവനോട് ക്ഷമിക്കാൻ പഠിക്കണം. ഇതാണ് വചനം പാലിക്കൽ. ഇത് ക്ലേശം നിറഞ്ഞതാണ്. ഇതിൻ്റെ ത്യാഗം കൊണ്ടാണ്, ഈ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മിൽ പലരും ഈ തലത്തിലേക്ക് ഉയരാത്തത്. വചനജീവിതമാണ് ഞാൻ നയിക്കുക എന്ന് പറഞ്ഞിട്ട് വചനം വായിച്ച് മനപ്പാടമാക്കി വീട്ടിൽ മനോഹരമായ കലണ്ടറുകൾ തൂക്കിയിട്ട് ചുമരുകളിലും മതിലുകളിലും ദൈവവചനം എഴുതി വെച്ച് വചനജീവിതമാണ് ഞാൻ നയിക്കുന്നതെന്ന് നാം പറയുന്നു. പക്ഷെ വചനം പാലിക്കണം. വചനം പാലിക്കണമെങ്കിൽ വില കൊടുക്കണം. വചനം പാലിക്കണമെങ്കിൽ വില കൊടുക്കണം. നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാണ് എങ്കിൽ, വചനം നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മവഞ്ചകരാണെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-22 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-22 മുതലുള്ള വചനങ്ങൾ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർ, വചനം പാലിക്കാത്തവർ ആത്മവഞ്ചകരാണ് എന്ന് യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ.
യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വചനം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുകയും ചെയ്യുന്നവരാകുവിൻ. അപ്പോൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർ ആരാണ്? വചനം പഠിക്കുക മാത്രം ചെയ്യുന്നവർ ആരാണ്? യാക്കോബ് ശ്ലീഹയുടെ ഭാഷയിൽ ആത്മവഞ്ചകരാണ്. അത് പാലിക്കാത്തവർ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവർ ആത്മവഞ്ചകരാണ്. അതിനുശേഷം യാക്കോബ് ശ്ലീഹ പറയുന്നു, വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടനെ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. വചനം കേട്ടിട്ട് അനുസരിക്കാത്തവനെ കുറിച്ച് പറയുവാൻ യാക്കോബ് ശ്ലീഹ ഒരു മനോഹരമായ ഉദാഹരണം ഉപയോഗിച്ചിരിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, വചനം കേട്ടിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവൻ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് കടന്നു പോകുന്നവന് തുല്യമാണ്. അവൻ താൻ കണ്ട രൂപം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മറക്കുകയും അവൻ്റെ പണിയിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നു. നാം എല്ലാവരും തന്നെ കണ്ണാടി നോക്കുന്നവരാണ്. കാലത്തെഴുന്നേറ്റ് കണ്ണാടി നോക്കുന്നു, നമ്മുടെ മുഖം ശരിയാക്കുന്നു, മുടി ശരിയാക്കുന്നു. അതിനുശേഷം നമ്മുടേതായ പണികളിലേക്ക് പോയാൽ നമ്മുടെ രൂപം എങ്ങനെയാണെന്ന് നാം ആരെങ്കിലും ഓർത്തിരിക്കാറുണ്ടോ? നമ്മുടെ രൂപം ഏത് തരത്തിലുള്ളതാണെന്ന് നാം ആരെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ടോ? കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് കടന്നു പോകുന്നവന് തുല്യമാണ് വചനം കേട്ടിട്ട് മറന്നു പോകുന്നവൻ. അവൻ മുഖം നോക്കുകയും തൻ്റെ പ്രതിരൂപം കാണുകയും അത് മറന്നുകളയുകയും മുന്നോട്ട് കടന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ അങ്ങനെയുള്ളവരാകരുത്. വചനം കേൾക്കുന്നു, മറക്കുന്നു. വചനം വായിക്കുന്നു, അത് മറക്കുന്നു. അത് ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഓരോ ദിവസവും വായിക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിനുശേഷം യാക്കോബ് ശ്ലീഹ പറയുന്നു, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. കേട്ടത് മറക്കുന്നവനല്ല, ആ പ്രകാരം പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ ഗ്രഹിക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും. അതുകൊണ്ട് കേട്ട വചനം മറക്കരുത്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നാം വില കൊടുക്കണം. തൃശ്ശൂർ പച്ചക്കറി മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന ഒരു സഹോദരൻ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുമായിരിക്കും. ഇദ്ദേഹം നാളുകളായി തൃശ്ശൂർ പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം നടത്തുന്നവനാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പൻ വീടിനെ കാര്യമായി നോക്കാത്ത ആളായിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ വിശപ്പകറ്റാൻ വേണ്ടി പച്ചക്കറി മാർക്കറ്റിൽ ജോലിക്ക് പോയ വ്യക്തിയാണ്. ലോറിയിൽ നിന്നും പച്ചക്കറി കടയിലേക്ക് ഇറക്കുമ്പോൾ ഇടയിൽ വീഴുന്ന പച്ചക്കറി എടുത്ത് വിറ്റാണ് അദ്ദേഹത്തിൻ്റെ കച്ചവടം ആരംഭിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള, വിശപ്പടക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. അങ്ങനെ അധ്വാനിച്ച് അദ്ദേഹം അവിടെ 2 കടകൾ സ്വന്തമാക്കി. നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോയി. പച്ചക്കറി മാർക്കറ്റിലെ രീതികൾ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഹോൾസെയിൽ കച്ചവടക്കാരനായിരുന്നു. റീറ്റെയിൽ കച്ചവടക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, പച്ചക്കറി കൊണ്ടുപോകും, പച്ചക്കറി വിറ്റ് തിരിച്ച് കാശ് കൊണ്ടു കൊടുക്കും. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് പച്ചക്കറിയുടെ പണം പിരിക്കാനായി ഈ കടയുടമ പോവുക. അങ്ങനെ അദ്ദേഹം പോകും. അദ്ദേഹം പോയി റീറ്റെയിൽ കച്ചവടക്കാരോട് പറയും, എടാ കാശെടുക്ക്. ഒരാഴ്ചത്തെ കാശാണ് ചോദിക്കുന്നത്. എടാ കാശെടുക്കുക എന്ന് പറയുമ്പോഴേക്കും അവർ കാശെടുത്ത് കൊടുക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ മനുഷ്യൻ നവീകരണത്തിലേക്ക് കടന്നു വന്നു. വചനം വായിക്കാൻ തുടങ്ങി, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി, എന്നും കുമ്പസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ രീതിയും മാറി, അദ്ദേഹം മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും മാറി. ആഴ്ചയുടെ എല്ലാ ദിവസവും പച്ചക്കറി കൊടുത്തിട്ട് ആഴ്ചയുടെ അവസാനം ആ പണം പിരിക്കാൻ പോകുന്ന ഈ കച്ചവടക്കാരൻ്റെ മനോഭാവം മാറി. അദ്ദേഹം പോകും, അദ്ദേഹം കച്ചവടം നടത്തുന്ന റീറ്റെയിൽ കടക്കാരൻ്റെ അടുത്ത് പോയി, സഹോദര പ്രൈസ് ദി ലോർഡ്, നിനക്ക് സുഖാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, കച്ചവടം എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും അവർ കാശ് കൊടുത്തുകൊണ്ടിരുന്നു.
കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ റീറ്റെയിൽ കച്ചവടക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ പറ്റിച്ചാൽ ഇദ്ദേഹം ഒന്നും ചെയ്യില്ല എന്ന്. അവർ മനസ്സിലാക്കി ഇദ്ദേഹത്തിന് പണം കൊടുത്തില്ല എങ്കിലും ഇദ്ദേഹം പ്രതികരിക്കാൻ പോകുന്നില്ല എന്ന്. കാരണം അദ്ദേഹം വചനം ജീവിക്കാൻ പരിശ്രമിക്കുന്നവനാണ്. അദ്ദേഹം വചനമനുസരിച്ച് ജീവിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇദ്ദേഹം പണം പിരിക്കുമ്പോൾ ഇദ്ദേഹം പോയി ചോദിക്കും, സഹോദര പ്രൈസ് ദി ലോർഡ്, സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, കഴിഞ്ഞ ആഴ്ചത്തെ പൈസ. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ചേട്ടാ പൈസയില്ല, പിന്നെ തരാം, ഉണ്ടാകുമ്പോൾ തരാം. ഇദ്ദേഹം അത് കേട്ട് തിരിച്ചു പോന്നു. നാളുകൾക്ക് ശേഷം ഇവർ പൈസ കൊടുത്തില്ല. പിന്നെയും ഇദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയാൻ തുടങ്ങി, പൈസ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അറിയിച്ചോളാം, അപ്പോൾ ചേട്ടൻ വന്നാൽ മതി. ശരി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിച്ചു പോന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പൈസ ചോദിക്കാൻ പോയപ്പോൾ അവരുടെ മട്ടുമാറി. അവർ പറഞ്ഞു, പൈസ തരില്ല, പൈസ ഞങ്ങളുടെ കയ്യിലില്ല, പൈസ തരില്ല. ഇദ്ദേഹം അപ്പോഴും പ്രൈസ് ദി ലോർഡ്, സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോന്നു. അവസാനം ഇവർ പറഞ്ഞു, ഞാൻ നിനക്ക് പൈസ തരാനുമില്ല, നിന്നെ എനിക്ക് പച്ചക്കറി തന്നിട്ടുമില്ല, നിനക്ക് കഴിവുണ്ടെങ്കിൽ വാങ്ങിച്ചെടുത്തോ. ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴും ഇദ്ദേഹം പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രതികരിക്കാതെ, വിശ്വാസം ഉപേക്ഷിക്കാതെ, കടബാധ്യത ഉണ്ടായിട്ടും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ മാർക്കറ്റിലെ രീതി നമുക്കറിയാം. മാർക്കറ്റിലെ മറ്റ് കച്ചവടക്കാർ പറഞ്ഞു, അവിടുത്തെ മറ്റ് വ്യക്തികൾ പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇത്ര ശതമാനം തന്നാൽ മതി, 2 ആഴ്ചയ്ക്കുള്ളിൽ നിന്റെ കടം മുഴുവൻ ഞങ്ങൾ വാങ്ങിച്ചു തരാം. ഇദ്ദേഹം പറഞ്ഞു വേണ്ട. പിന്നീട് ഒരിക്കൽ ഞാൻ ഇദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വചന ജീവിതത്തിന് ഞാൻ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വചന ജീവിതത്തിന് ഞാൻ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വചനം ഞാൻ കേട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ പ്രാവർത്തികമാക്കാൻ ഞാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് എനിക്ക് നഷ്ടമുണ്ടാകുന്നു, എനിക്ക് വേദന ഉണ്ടാകുന്നു, അവമാനമുണ്ടാകുന്നു. മറ്റ് കച്ചവടക്കാരുടെ മുമ്പിൽ കഴിവില്ലാത്ത കച്ചവടക്കാരനായി ഇദ്ദേഹം മുദ്ര കുത്തപ്പെടുന്നു. കൊടുത്ത പണം തിരിച്ചു വാങ്ങിക്കാൻ സാധിക്കാത്തവൻ, വിറ്റ പച്ചക്കറിയുടെ കാശ് വസൂലാക്കാൻ സാധിക്കാത്തവൻ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൻ്റെതായ രീതിയിൽ, ഈ മാർക്കറ്റിൻ്റെതായ രീതിയിൽ ആ പണം വേണമെങ്കിൽ വസൂലാക്കാൻ, ഈടാക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ ഒന്ന് യെസ് പറഞ്ഞാൽ മതി, പക്ഷേ എനിക്കത് വേണ്ട. അങ്ങനെ ഞാൻ ചെയ്താൽ എൻ്റെ വചനത്തിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും, എൻ്റെ വചന ജീവിതത്തിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എൻ്റെ വചന ജീവിതത്തിന് ഞാൻ വില കൊടുക്കുകയാണ്. നഷ്ടം, സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, പേര് നഷ്ടം എല്ലാം സഹിച്ച് ആ മനുഷ്യൻ ഇന്നും തൃശ്ശൂർ പച്ചക്കറി മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നു. നഷ്ടമുണ്ടായിട്ടും വില കൊടുക്കുകയാണ്. വചന ജീവിതത്തിന് വില കൊടുക്കുന്നു. വചനം കേട്ട് മറന്നു കളയാതെ ആ വചനം ജീവിതത്തിൽ പുലർത്തുവാൻ, ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നഷ്ടം സഹിക്കുന്നു, അവമാനം സഹിക്കുന്നു, അങ്ങനെ വില കൊടുക്കുന്നു. ഇങ്ങനെ വില കൊടുത്താണ് നാം നമ്മുടെ ജീവിതത്തിൽ വചനം പാലിക്കേണ്ടത്. അപ്പോഴാണ് വചനത്തിൻ്റെ ശക്തി പൂർണ്ണമായും നാം അനുഭവിക്കുന്നത്. കാലത്തെഴുന്നേറ്റ് 1 മണിക്കൂർ ബൈബിൾ വായിച്ചത് കൊണ്ട് വചനത്തിൻ്റെ ശക്തി നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടില്ല. വചനത്തിൻ്റെ ശക്തി പൂർണ്ണമായും ബോധ്യപ്പെടണമെങ്കിൽ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ വില കൊടുക്കണം. ത്യാഗം സഹിച്ച്, വേദന സഹിച്ച് വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാകുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനം. വചനം പാലിക്കുന്നതിനെ കുറിച്ച് ഈശോ പറഞ്ഞ വചനമാണിത്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അപ്പോൾ വചനം കേൾക്കുന്നവരെ കുറിച്ചല്ല ഈശോ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈശോ പ്രതിപാദിക്കുന്നത് വചനം പാലിക്കുന്നവരെ കുറിച്ചാണ്. കേട്ട വചനം പാലിക്കണം. വചനം പാലിക്കുമ്പോഴാണ് വചനത്തിൻ്റെ ശക്തി നമുക്ക് കൂടുതൽ വെളിപ്പെടുന്നത്. പാലിക്കണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, വേദനകൾ സഹിക്കേണ്ടി വരും. അങ്ങനെ ജീവിതത്തിൽ വചനം പാലിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാകുന്നത്. ഇതാണ് വചന ജീവിതത്തിൻ്റെ
രണ്ടാമത്തെ തലം. വചന ജീവിതത്തിൻ്റെ മൂന്നാമത്തെ തലം വചനം പ്രഘോഷിക്കുകയാണ്. വചനം പ്രഘോഷിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എൻ്റെ അഭിപ്രായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ സ്നേഹത്തിൻ്റെ കൽപ്പനയോ, ക്ഷമയുടെ കൽപ്പനയോ, ദാനത്തിൻ്റെ കൽപ്പനയോ? അവയെല്ലാം പ്രധാനപ്പെട്ടത് തന്നെ. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് യേശുവിൻ്റെ അവസാനത്തെ കൽപ്പനയാണ്. യേശുവിൻ്റെ അവസാനത്തെ കൽപ്പന. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് യേശു പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാർക്ക് ഒരു കൽപ്പനയും കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണ് ചെയ്തത്. പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ച് അവർക്ക് അവസാനമായി കൊടുത്ത കൽപ്പനയാണിത്. ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. യേശുവിൻ്റെ അന്ത്യാഭിലാഷം ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. നമ്മുടെ വീട്ടിലെ കാരണവന്മാരുടെ, മാതാപിതാക്കളുടെ അവസാന ആഗ്രഹത്തിന് നാം വലിയ വില കൽപ്പിക്കാറുണ്ട്. അത് നിറവേറ്റാൻ ആവും വിധം പരിശ്രമിക്കാറുണ്ട്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൻ മരിക്കുന്നതിന് മുമ്പ്, അമ്മ മരിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞ അവരുടെ അന്ത്യാഭിലാഷം നാം നിറവേറ്റാറുണ്ട്. യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണിത്. ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. ഇതിനുശേഷം ഒരു കൽപ്പനയും യേശു പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പിന്നെ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ, നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവിൻ, ദാനധർമ്മം ചെയ്യുവിൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവിൻ എന്നെല്ലാം പറഞ്ഞതെല്ലാം ഈ സുവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുവിശേഷം നാം മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ അതിലുള്ള സ്നേഹത്തിൻ്റെ കൽപ്പനയും ക്ഷമയുടെ കൽപ്പനയും ദാനത്തിൻ്റെ കൽപ്പനയും എല്ലാ കൽപ്പനകളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. എല്ലാ കൽപ്പനകളുടെയും ആകത്തുകയാണ് ദൈവത്തിൻ്റെ വചനം, സുവിശേഷം. ഈശോ ഈ ലോകത്തിന് കൊടുത്ത രക്ഷ നൽകുന്ന സുവിശേഷം. ഈ സുവിശേഷമാണ് നാം മറ്റുള്ളവരോട് പറയേണ്ടത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, ദാനമായി നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ദാനമായി കൊടുക്കുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ഈ സുവിശേഷം ദാനമായി നിങ്ങൾക്ക് കിട്ടി, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുവിൻ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവിൻ. അങ്ങനെയെങ്കിൽ നാം സുവിശേഷം പ്രസംഗിച്ചാൽ അതിലെല്ലാ കൽപ്പനകളും ഉൾപ്പെട്ടു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണിതെന്ന്. ആദ്യത്തെ കാരണം ഇത് ഈശോയുടെ അന്ത്യാഭിലാഷമാണ്. രണ്ടാമത്തെ കാരണം എല്ലാ കൽപ്പനകളും സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മിൽ എത്ര പേർ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്? സാധാരണ വിശ്വാസികൾ, അൽമായർ സാധാരണ എന്താണ് ചിന്തിക്കാറുള്ളത്? ഞാനൊരു വൈദികനല്ലാത്തത് കൊണ്ട് എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള കടമയില്ല. ഞാനൊരു സമർപ്പിതനോ സമർപ്പിതയോ അല്ലാത്തത് കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് കടമയില്ല. സുവിശേഷം പ്രസംഗിക്കേണ്ടത് വൈദികരുടെയും സന്യസ്തരുടെയും സമർപ്പിതരുടെയും മിഷണറിമാരുടെയും കടമയാണ്. എനിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുവാനുള്ള വിളി വൈദിക ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. സുവിശേഷം പ്രസംഗിക്കുവാനുള്ള വിളി സന്യാസ ജീവിതമോ സമർപ്പിത ജീവിതമായോ ബന്ധപ്പെട്ടതല്ല. ഒരു വ്യക്തിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് തിരുപ്പട്ടത്തിലൂടെയല്ല,
ഒരു വ്യക്തിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് സന്യാസ വ്രത വാഗ്ദാനത്തിലൂടെയല്ല. ഒരു വ്യക്തിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ്. മാമോദീസ സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളിയെ തിരുപ്പട്ടമായോ സന്യാസ വ്രതവാഗ്ദാനമായോ സമർപ്പിത ജീവിതമായോ ബന്ധപ്പെടുത്തിയല്ല നാം മനസ്സിലാക്കേണ്ടത്. സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളിയെ മാമോദിസയായി ബന്ധപ്പെടുത്തിയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാനൊരു മെത്രാനായതുകൊണ്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ കടമ സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഞാനൊരു വൈദികനായതുകൊണ്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ കടമ സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഇനി ഞാനൊരു മെത്രാനും വൈദികനും ആയില്ല എങ്കിൽ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, മാമോദീസ സ്വീകരിച്ച സത്യവിശ്വാസി എന്ന നിലയ്ക്ക്, ക്രിസ്തുവിൻ്റെ അനുഗാമി എന്ന നിലയ്ക്ക് എൻ്റെ കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും തലയിൽ മാമോദീസ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, നിങ്ങൾ മിഷണറിമാരാണ്, നിങ്ങൾ പ്രേക്ഷിതരാണ്. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാൻ നിങ്ങൾക്ക് കടമയുണ്ട്. അതിന് വൈദികനാകണമെന്നില്ല, സമർപ്പിതനാവണമെന്നില്ല. നിങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾക്കും എനിക്കും കടമയുണ്ട്. ആദിമസഭയിൽ സുവിശേഷം പ്രസംഗിച്ചതും സുവിശേഷം വ്യാപിപ്പിച്ചതും ശിഷ്യന്മാർ മാത്രമായിരുന്നില്ല. സാധാരണ വിശ്വാസികൾ, ആത്മായരാണ് പല സ്ഥലങ്ങളിലും സുവിശേഷം ആദ്യം എത്തിച്ചത്. പിന്നീടാണ് അപ്പസ്തോലന്മാർ ആ സ്ഥലത്തേക്ക് കടന്നു ചെന്നത്. ഒരു ഉദാഹരണം നമുക്ക് ഉദാഹരണത്തിനായി പരിശോധിക്കാം. അപ്പസ്തോല പ്രവർത്തനം 8-ാമത്തെ അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാമത്തെ അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ശൗൽ ഈ വധത്തെ അനുകൂലിച്ചു. ആരുടെ വധത്തെക്കുറിച്ചാണ് പറയുന്നത്? സ്തെഫാനോസിൻ്റെ വധത്തെക്കുറിച്ച്. സ്തെഫാനോസിനെ ജനം കല്ലെറിഞ്ഞു കൊന്നപ്പോൾ ശൗൽ ആ വധത്തെ അനുകൂലിച്ചു. അവരുടെ വസ്ത്രം തൻ്റെ കാൽക്കൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തു. അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. സ്തെഫാനോസിൻ്റെ മരണത്തിന് ശേഷം വലിയ പീഡനം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. ആരാണ് ചിതറിപ്പോയത്? അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്? സാധാരണ വിശ്വാസികൾ, സാധാരണ ക്രിസ്ത്യാനികൾ. ആദ്യമായി സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൽ വിശ്വസിക്കാൻ ആരംഭിച്ചിരുന്ന സാധാരണ വിശ്വാസികൾ, സാധാരണ ക്രിസ്ത്യാനികൾ, അവരാണ് ചിതറിക്കപ്പെട്ടത്. അപ്പസ്തോലന്മാരൊഴികെയുള്ളവർ എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിസ്ത്യാനികൾ. അടുത്ത വചനം, വിശ്വാസികൾ സ്തെഫാനോസിനെ സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു. എന്നാൽ ശൗൽ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. അപ്പോൾ സ്തെഫാനോസിന്റെ മരണത്തിന് ശേഷം മതമർദ്ദനം നടന്നു, പീഡനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പസ്തോലന്മാരൊഴികെയുള്ളവരെല്ലാം ചിതറിപ്പോയി, മറ്റു ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പോയി. എന്നിട്ട് ഇവരെന്താണ് ചെയ്തത്? അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 5-ാമത്തെ വചനം. ചിതറിക്കപ്പെട്ടവർ അവർ ആരാണ്? അപ്പസ്തോലന്മാരൊഴികെയുള്ള സാധാരണ വിശ്വാസികൾ. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ചിതറിക്കപ്പെട്ടവർ സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. സമരയായുടെ പ്രദേശങ്ങളിൽ, സമരയായുടെ ഗ്രാമങ്ങളിൽ ആദ്യം സുവിശേഷം എത്തിച്ചത് അപ്പസ്തോലന്മാരായിരുന്നില്ല, യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരായിരുന്നില്ല. മറിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും മാമോദീസ സ്വീകരിച്ച് വിശ്വാസം സ്വീകരിച്ച് വിശ്വാസികളായി മാറിയ ആദിമ ക്രിസ്ത്യാനികൾ, ചിതറിക്കപ്പെട്ട വിശ്വാസികളാണ് സമരയായുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിച്ചത്. ചിതറിക്കപ്പെട്ടവർ വാസ്തവത്തിൽ ജീവനും കൊണ്ടോടിയവരാണ്, പ്രാണരക്ഷണാർത്ഥം ഓടിയവരാണവർ. അവിടെ നിന്നാൽ പീഡിപ്പിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി അവർ ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ പോലും ചെന്നിടത്തെല്ലാം അവർ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തു.
ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്ത് വചനം പ്രസംഗിച്ചുകൊണ്ടാണ് അവർ ചുറ്റി സഞ്ചരിച്ചത്. സ്വന്തം ജീവനെ സംരക്ഷിക്കുക മാത്രമല്ല, സ്വന്തം ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി മാളങ്ങളിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയല്ല അവർ ഓടിപ്പോയത് സ്വന്തം ജീവനെ സംരക്ഷിക്കുന്നതോടൊപ്പം വചനം പ്രസംഗിക്കാനാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത്, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവർ അപ്പസ്തോലന്മാരായിരുന്നില്ല, സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ. ഇവരാണ് ആദ്യം ആ പ്രദേശങ്ങളിൽ സുവിശേഷം എത്തിച്ചത്. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് യോഹന്നാനും പത്രോസും അങ്ങോട്ട് പോയി അവരുടെ തലയിൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് തന്നെ അവർ മാമോദിസ സ്വീകരിച്ചിരുന്നു ഈ ആദിമ ക്രിസ്ത്യാനികളിൽ നിന്ന്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്ക് വായിക്കാം. നാളുകൾക്ക് ശേഷം സംഭവിച്ച കാര്യമാണിത്. എന്താണ് സംഭവിക്കുന്നത്? സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. നാളുകൾക്ക് ശേഷം പത്രോസും യോഹന്നാനും അങ്ങോട്ട് പോകുന്നു. അതിനു മുമ്പ് തന്നെ അവിടെ സുവിശേഷം എത്തി, അവർ യേശുവിനെ അറിഞ്ഞു, അവർ സുവിശേഷം സ്വീകരിച്ചു, അവർ മാമോദിസ പോലും സ്വീകരിച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ജ്ഞാനസ്നാനം പോലും അവർ സ്വീകരിച്ചിരുന്നു. സാധാരണ വിശ്വാസികളിൽ നിന്ന്, ചിതറിക്കപ്പെട്ട വിശ്വാസികളിൽ നിന്ന്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി അധ്വാനിക്കുന്നതിനിടയിൽ ക്രിസ്തുവിന് നാം സാക്ഷ്യം കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ട ജനമാണെങ്കിൽ ഈ സുവിശേഷം മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കണം. ജീവിത വ്യഗ്രതയാൽ നാം പരക്കം പായുമ്പോൾ, ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കാൻ നാം പാടുപെടുമ്പോൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഭദ്രതയ്ക്കും വേണ്ടി നാം അധ്വാനിക്കുമ്പോൾ, അതിനോടൊപ്പം തന്നെ നാം ചെയ്യേണ്ടതാണ് യേശുവിന് സാക്ഷ്യം കൊടുക്കുക എന്നത്, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നത്. ആദിമ ക്രിസ്ത്യാനികൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയപ്പോൾ, സ്വന്തം ജീവനെ സംരക്ഷിക്കാനായി അവർ ചിതറിയോടിയപ്പോഴും സുവിശേഷം അവർ ഉപേക്ഷിച്ചില്ല. സുവിശേഷം നെഞ്ചിലേറ്റുകൊണ്ടാണ് അവർ ജീവനെ സംരക്ഷിക്കാൻ പടപൊരുതിയത്. അതുപോലെ നമ്മളും സുവിശേഷം നെഞ്ചിലേറ്റ് വേണം ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും അധ്വാനിക്കാൻ. സുവിശേഷത്തെ മറന്ന്, സുവിശേഷത്തെ മാറ്റിവെച്ച് ഒരു പാടുപെടൽ, ഒരു അധ്വാനം നമുക്കുണ്ടാകരുത്. ക്രിസ്തുവിന് നാം സാക്ഷ്യം കൊടുക്കണം. നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നത്. വചന ജീവിതത്തിൻ്റെ ഉയർന്ന പടിയിലേക്ക് നാം വളരുന്നത്, വചന ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ നാം എത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങളിൽ ഈശോ പറയുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മറ്റുള്ളവരുടെ മുമ്പിൽ നാം യേശുവിനെ ഏറ്റുപറയണം, സുവിശേഷം ഏറ്റുപറയണം. ഞാൻ ക്രിസ്ത്യാനിയാണെന്നതിൽ അഭിമാനിക്കണം. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവരോട് പറയണം. ഞാൻ യേശുവിന് ശിഷ്യനാണെന്നും യേശുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവനാണെന്നും സുവിശേഷം എൻ്റെ ജീവിതം നിയമമാണെന്നും സുവിശേഷമാണ് ഞാൻ ജീവിക്കാൻ പരിശ്രമിക്കുന്നതെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ മടി കൂടാതെ, ലജ്ജ കൂടാതെ നാം ഏറ്റുപറയണം. അപ്പോൾ യേശു നമ്മെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയും. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ നാം യേശുവിനെ തള്ളിപ്പറയുകയാണെങ്കിലോ, യേശു പിതാവായ ദൈവത്തിന് മുമ്പിൽ നമ്മെയും തള്ളിപ്പറയും. ഒരുപാട് പേരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിട്ടും, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ അവസരം ലഭിച്ചിട്ടും അതൊന്നും ചെയ്യാതെ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ മാത്രമായി വ്യാപൃതനായി ജീവിക്കുമ്പോൾ ഞാൻ ഒരു തരത്തിൽ യേശുവിന് തള്ളിപ്പറയുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തള്ളിപ്പറയുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ യേശു നമ്മെ തള്ളിപ്പറയും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനം. ആരെങ്കിലും എന്നെക്കുറിച്ചോ എൻ്റെ സുവിശേഷത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവരെക്കുറിച്ച് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും ലജ്ജിക്കും. ക്രിസ്തുവിനെ കുറിച്ച് നാം ലജ്ജിച്ചാൽ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നാം ലജ്ജിച്ചാൽ, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജയുണ്ടായാൽ നമ്മെക്കുറിച്ച് കർത്താവും ലജ്ജിക്കും. നമ്മെക്കുറിച്ച് കർത്താവ് ലജ്ജിക്കാൻ ഇടവരരുത്.
നമ്മെക്കുറിച്ച് ഈശോ പിതാവായ ദൈവത്തിന് മുമ്പിൽ ലജ്ജിക്കാൻ ഇടവരരുത്. അങ്ങനെ ലജ്ജിക്കാതെ ഇരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? അവനെ പ്രതി നാം ലജ്ജിക്കരുത്. ഈ ജീവിതത്തിൽ മറ്റുള്ളവരോട് ബന്ധപ്പെടുന്ന അവസരത്തിൽ, പൊതുജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ, രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ, കച്ചവടത്തിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ക്രിസ്ത്യാനി എന്ന ആ തനിമയെ ഞാൻ ഒരിക്കലും മറച്ചു വയ്ക്കരുത്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ ഞാൻ ലജ്ജിക്കരുത്. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയോ അവൻ്റെ സുവിശേഷത്തെ പ്രതിയോ നാം ഒരിക്കലും ലജ്ജിക്കരുത്. മറിച്ച് അഭിമാനിക്കണം, സന്തോഷിക്കണം. ഞാൻ ആദ്യത്തെ ദിവസം ആരാധനയുടെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. ആദിലാബാദ് രൂപതയിലെ പാവപ്പെട്ട വിശ്വാസികൾ, വെറും 50 വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യമുള്ള സാധാരണ വിശ്വാസികൾ, ബഹുഭൂരിപക്ഷം മറ്റു മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുന്ന പാവപ്പെട്ട വിശ്വാസികൾ. മറ്റു മതസ്ഥർ എന്ന് പറഞ്ഞാൽ അവഹേളിക്കുന്നവരുണ്ടാകാം, ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, കണ്ണു തുറപ്പിച്ച് നോക്കുന്നവരുണ്ടാകാം. എങ്കിലും ഈ പാവപ്പെട്ട വിശ്വാസികൾ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവരുടെ കൂടെ ബൈബിൾ കൊണ്ടുവരും. വായിക്കാൻ അറിയാവുന്ന എല്ലാ വിശ്വാസികളും ബൈബിളുമായിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. ഈ പള്ളിയിലേക്ക് ബൈബിളുമായി വരുമ്പോൾ കണ്ടു നിൽക്കുന്നവർ അവരെ അവമാനിച്ചേക്കാം, കണ്ടു നിൽക്കുന്നവർ അവരെ കുറ്റപ്പെടുത്തിയേക്കാം, ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തിയേക്കാം, ഒരുപക്ഷെ വഴി തടഞ്ഞേക്കാം. എങ്കിലും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ അവൻ കാണിക്കുന്ന ചങ്കൂറ്റം പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. 2000 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇവിടെയുള്ള ആർക്കെങ്കിലും ബൈബിളുമായി ഞായറാഴ്ച പള്ളിയിലേക്ക് വരുവാൻ ധൈര്യമുണ്ടോ? ചങ്കൂറ്റമുണ്ടോ? ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കാതെ, അവൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജിക്കാതെ, വചനവും കൈകളിലേന്തി വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച കടന്നു വരുവാൻ നിങ്ങളിൽ എത്ര പേർ തുനിയും? നമുക്ക് മടിയാണ്, നമുക്ക് പേടിയാണ്, നമുക്ക് ലജ്ജയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ, എൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കരുത്. നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുവാൻ, വചനം ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ നാം ഒരിക്കലും ലജ്ജിക്കരുത്. ഈ സുവിശേഷത്തിന് നാം സാക്ഷ്യം കൊടുക്കണം. ഈ സുവിശേഷം നാം പ്രസംഗിച്ചിരിക്കണം. ഇത് എല്ലാവരുടെയും കടമയാണ്, എല്ലാ ക്രിസ്ത്യാനികളുടെയും കടമയാണ്. വചന ജീവിതത്തെക്കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ചിലരെങ്കിലും പറയാറുണ്ട്, വചന ജീവിതത്തിലാണ് ഞാൻ വർഷങ്ങളായിട്ട്. പക്ഷേ ഇവരൊക്കെ പറയുന്ന വചന ജീവിതം എന്ത് വചന ജീവിതമാണ്? ഇവരുടെ വചന ജീവിതം എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, ബൈബിളിൻ്റെ ശക്തി സ്വന്തം കുടുംബത്തിനും സ്വന്തം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി ഉപയോഗിക്കുക. ചിലരൊക്കെ സാക്ഷ്യം പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചിട്ടുണ്ട്. ധ്യാനമന്ദിരങ്ങളിലും മറ്റു പല സന്ദർഭങ്ങളിലും സാക്ഷ്യം പറയുന്നവർ, ഒരു അമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ധ്യാനത്തിന് വന്നു, വചനത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചു, വചനം എത്ര ശക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ വചനധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴേക്കും എൻ്റെ മകൾക്ക് UK ജോലി കിട്ടി. എൻ്റെ മകൾക്ക് UK ജോലി കിട്ടുന്നതാണ് വചനത്തിൻ്റെ ശക്തി. നാം വചനത്തെ എത്ര വില കുറച്ചാണ് കാണുന്നത്. അപ്പോൾ UK ജോലി കിട്ടുന്നവരെ മാത്രമേ ദൈവം അനുഗ്രഹിക്കുന്നുള്ളൂ. ഈ അമ്മച്ചിയുടെ അടുത്തിരുന്ന മറ്റൊരു അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്. ജന്മനാ മന്ദബുദ്ധികളായ മക്കളുടെ അമ്മമാർ, ജന്മനാ അംഗവൈകല്യമുള്ള മക്കളുടെ അമ്മമാർ, ഈ അമ്മമാരുടെ കണ്ണീരിന് വിലയില്ലേ? ഈ അമ്മമാരുടെ വിശ്വാസത്തിന് വിലയില്ലേ? ഇവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി മാത്രമുള്ളതല്ല. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതും നമ്മുടെ ജീവിതത്തിൻ്റെ ശാശ്വതമായ ജീവന് വേണ്ടിയുള്ളതാണ്. താൽക്കാലികമായ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല വചനത്തെ നാം ഉപയോഗിക്കേണ്ടത്. വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അർത്ഥം അതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. നമുക്ക് വചനത്തിൽ നിന്ന് വേണ്ടത് എന്താണ്? നമുക്ക് വചനത്തിൽ നിന്ന് വേണ്ടത് വിടുതൽ, രോഗശാന്തി, അഭിഷേകം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിടുതൽ കിട്ടും, എല്ലാവരും ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകുമെന്ന് പറഞ്ഞാൽ ഈ ലൂർദ് പള്ളിയും ലൂർദ് പള്ളിയുടെ പരിസരവും മുറ്റവുമെല്ലാം നിറഞ്ഞു കവിയും. എല്ലാവർക്കും വിടുതൽ വേണം. ഇനി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും രോഗശാന്തി എന്ന് കിട്ടുമെന്ന് പറഞ്ഞാലോ? ഈ പള്ളിമുറ്റവും
ഇതിന് ചുറ്റുമുള്ള എല്ലാ മുറ്റങ്ങളും നിറയും. ഇനി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് രക്തസാക്ഷിയാകാനുള്ള വരം കിട്ടുമെന്ന് പറഞ്ഞാലോ, ഞാനും ഈ മൈക്കും മാത്രം ഇവിടെ ഉണ്ടാകും, ബാക്കി എല്ലാവരും വീട്ടിൽ പോകും, അല്ലെങ്കിൽ ബാക്കി ആരും ഇങ്ങോട്ട് വരികയില്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് സമ്പത്ത്. വചനം കേൾക്കാൻ നമുക്കിഷ്ടമാണ്, പക്ഷെ അതിൽ നിന്നും നാം ആഗ്രഹിക്കുന്നത് എന്താണ്? സമ്പത്ത്. വചനം കേൾക്കാൻ നമുക്കിഷ്ടമാണ്, അതിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത് എന്താണ്? സമൃദ്ധി. സമ്പത്തോ സമൃദ്ധിയോ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി ചോദിക്കരുതെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്താണ്. വചനത്തിൻ്റെ ശക്തി അതിൻ്റെ അപ്പുറത്താണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ സമൃദ്ധിക്കും രോഗശാന്തിക്കും വിടുതലിനും വേണ്ടി മാത്രമുള്ളതല്ല വചനം. വചനം ജീവിക്കാനുള്ളതാണ്, വചനം പ്രഘോഷിക്കാനുള്ളതാണ്. യേശു വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ടല്ലേ? യേശു വചന ശുശ്രൂഷ നടത്തുന്നതിനിടയിൽ വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അപ്പം കൊടുത്തു, മീൻ കൊടുത്തു. ഇത് യേശു കൊടുത്തിട്ടുള്ളതാണ്. യേശു രോഗശാന്തി കൊടുത്തിട്ടുണ്ട്. യേശു ലാസറിനെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു. പക്ഷെ ഇതൊക്കെയായിരുന്നോ യേശുവിൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ യേശു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താൻ വന്നു എന്ന്? നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ യേശു സുവിശേഷം പ്രസംഗിച്ചത് ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടിയാണെന്ന്? നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ യേശു സുവിശേഷം പ്രസംഗിച്ചത് അപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെന്ന്? നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതെല്ലാം സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭാഗമായിരുന്നു, പക്ഷേ ഇത് സുവിശേഷ പ്രസംഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിരുന്നില്ല. എന്തിനാണ് യേശു വന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ നേടുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ നേടുന്നതിന് വേണ്ടി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകാൻ വേണ്ടിയല്ല, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും രോഗശാന്തി നേടാൻ വേണ്ടിയല്ല, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും സമൃദ്ധി നേടാൻ വേണ്ടിയല്ല. ഇവയെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, തന്നെ സ്വീകരിച്ചവർക്ക്, തന്നിൽ വിശ്വസിച്ചവർക്ക് ദൈവ മക്കളാകുവാനുള്ള കഴിവ് അവിടുന്ന് നൽകി. ഇതായിരുന്നു യേശു കൊടുത്തത്. ഇതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, ഇതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. താത്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. യേശുവിൻ്റെ സുവിശേഷ പ്രസംഗത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അത് അന്തിമ ലക്ഷ്യമായിരുന്നില്ല, ആത്യന്തിക ലക്ഷ്യമായിരുന്നില്ല, ഭാഗം മാത്രമായിരുന്നു. താഴെപ്പടിയിലുള്ള ചില നന്മകൾ, ഇത് മാത്രം നേടി എല്ലാം കിട്ടിയെന്ന് നാം കരുതരുത്. നാം ആത്യന്തികമായ ജീവന് വേണ്ടി, നിത്യജീവന് വേണ്ടി, ദൈവ മക്കളാകുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. ഇത് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കണം. ഇതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. മറ്റതെല്ലാം നശിച്ചു പോകുന്നത്. ലാസറിനെ യേശു ഉയർപ്പിച്ചു ഇല്ലേ? ലാസർ ജീവിച്ചിരിപ്പുണ്ടോ? ലാസർ ജീവിച്ചിരിപ്പുണ്ടോ? കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു. യേശു തളർവാദ രോഗി എഴുന്നേൽപ്പിച്ചു, അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും മരിച്ചു. യേശു 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെ സുഖപ്പെടുത്തി, അവൾ ജീവിച്ചിരിപ്പുണ്ടോ? അവളും വേറെ ഒരു രോഗം വന്ന് മരിച്ചു. അപ്പോൾ എൻ്റെ രോഗം സുഖപ്പെട്ടു, അവൻ്റെ രോഗം സുഖപ്പെട്ടു, ഇവളുടെ രോഗം സുഖപ്പെട്ടു. ഇതാണ് ശക്തി, ഇതാണ് ശക്തി എന്ന് പറഞ്ഞ് നമ്മൾ അലറി വിളിക്കരുത്. ഇതല്ല ശക്തി. ഇത് ശക്തിയുടെ ഏറ്റവും താഴെയുള്ളതാണ്. എൻ്റെ ക്യാൻസർ ഇന്ന് സുഖപ്പെട്ടു, നാളെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. ഞാൻ മരിക്കണ്ടേ? ഞാൻ മരിക്കും. അവളുടെ രോഗം സുഖപ്പെട്ടു, നാളെ മറ്റൊരു രോഗം വന്ന് അവൾ മരിക്കും. അപ്പോൾ നിലനിൽക്കുന്ന ഒരു സൗഖ്യമല്ല ഇത്, നിലനിൽക്കുന്ന ഒരു നന്മയല്ല ഇത്. താത്കാലികമായ ഒരു സൗഖ്യം, താത്കാലികമായ ഒരു അത്ഭുതം. ഈ താത്കാലികമായ അത്ഭുതങ്ങൾക്ക് വേണ്ടി നാം പരക്കം പായരുത്. ഈ താത്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നാം സുവിശേഷം ഉപയോഗിക്കേണ്ടത്. സുവിശേഷം നമുക്ക് നൽകേണ്ടത് ജീവനാണ്. നാം ആദ്യത്തെ ദിവസം കണ്ട ജീവൻ, ഈ ജീവൻ നാം നേടിയെടുക്കണം. ഈ ജീവൻ മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് എൻ്റെ വചന ജീവിതം പൂർണ്ണ അവസ്ഥയിലെത്തുന്നത്. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ധാരാളം ധ്യാന മന്ദിരങ്ങൾ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ഒരിടത്തും കേരളത്തിലുള്ളിടത്തോളം ധ്യാന മന്ദിരങ്ങൾ ഉണ്ടാകില്ല. നല്ല കാര്യം. പിന്നെ വചന ജീവിതത്തിലേക്ക് വന്ന
പലരും സുവിശേഷം പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ അനുഭവത്തിൽ നിന്നും അവർ പറയുന്നതും കേട്ടിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ എനിക്കുള്ളൊരു വിഷമം ഇത് മാത്രമാണ്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത് ആരോടാണ്? സുവിശേഷം കേട്ടിട്ടുള്ളവരോട്. ഇപ്പോൾ ഈ ലൂർദ് പള്ളിയിൽ നിങ്ങളിൽ ഇതുവരെ സുവിശേഷം കേൾക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെക്കീന ടി വിയിലും വോയിസ് ഓഫ് ലൂർദ് യൂട്യൂബ് ചാനലിലും ശ്രവിക്കുന്നവരിൽ സുവിശേഷം ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. നമ്മുടെ സുവിശേഷ പ്രസംഗം മുഴുവൻ സുവിശേഷം കേട്ടിട്ടുള്ളവരാണ്. മാമോദീസം മുക്കിയവരെ തന്നെ വീണ്ടും വീണ്ടും നാം കുളിപ്പിക്കുന്നു. കുളിച്ചവരെ തന്നെ നാം വീണ്ടും വീണ്ടും കുളിപ്പിക്കുകയാണ്. വേറെ സോപ്പിട്ട് കുളിപ്പിക്കുന്നു. ഒരു ധ്യാന കേന്ദ്രത്തിൽ ലക്സ് സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കുന്നു, വേറെ ധ്യാന കേന്ദ്രത്തിൽ PS സോപ്പിട്ട് കുളിപ്പിക്കുന്നു, വേറെ ധ്യാന കേന്ദ്രത്തിൽ ചന്ദ്രികയിട്ട് കുളിപ്പിക്കുന്നു. എല്ലാവരും കുളിപ്പിക്കുക തന്നെ ചെയ്യുന്നത്. കുളിച്ചവരെ തന്നെ കുളിപ്പിക്കുന്നു. കുളിക്കാത്തവൻ പുറത്തുണ്ട്, സുവിശേഷം കേൾക്കാത്തവർ പുറത്തുണ്ട്. എന്തുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കാത്തവരെ കുറിച്ച് നാം ചിന്തിക്കുന്നില്ല? ലോക ജനസംഖ്യയുടെ 1/6 വസിക്കുന്ന ഭാരതത്തിൽ സുവിശേഷം കേട്ടവർ വെറും 2.5%. ഈ 2.5%-ഓടാണ് ഞാനും നിങ്ങളും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 2.5% വേണ്ടിയാണ് ഇവിടെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ മുഴുവനും പണം ചെലവഴിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും. സുവിശേഷം കേൾക്കാത്ത 97% ആര് പ്രസംഗിക്കും? സുവിശേഷം കേട്ടിട്ടില്ലാത്ത അവരോട് ആര് സുവിശേഷം പറയും? ഞാനും നിങ്ങളും നമ്മുടെ ശൈലി മാറ്റിയില്ല എങ്കിൽ നമ്മൾ ഈ ഭാരതദേശത്ത് നാമാവശേഷമായി പോകാൻ അധികം സംവത്സരങ്ങൾ എടുക്കില്ല. സുവിശേഷം കേൾക്കാത്തവരോട് സുവിശേഷം പ്രസംഗിക്കാനാണ് നമ്മെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷം പ്രസംഗിക്കുക എന്ന നമ്മുടെ 3ാമത്തെ ആ തലത്തിലേക്ക് എത്തുമ്പോൾ ആരോടാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാമെന്ന്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സുവിശേഷം കേട്ടിട്ടുള്ളവരെ കേൾപ്പിക്കലല്ല നമ്മുടെ പണി. സുവിശേഷം കേട്ടവരോട് സുവിശേഷം പറയേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല നമ്മുടെ പ്രഥമമായ കർത്തവ്യം. സുവിശേഷം കേൾക്കാത്തവരെ കേൾപ്പിക്കുക, കുളിക്കാത്തവരെ കുളിപ്പിക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് സുവിശേഷം കേട്ടവരെ കേൾപ്പിക്കുന്നു, മാമോദീസം മുങ്ങിയവരെ വീണ്ടും വീണ്ടും മുക്കുന്നു, രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നു, അവഗണിക്കപ്പെട്ടവരെ അവഗണിച്ചു കൊണ്ടേയിരിക്കുന്നു. അവഗണിക്കപ്പെട്ടവർ ഇന്നും പുറത്തുണ്ട്, അവരെ നാം അവഗണിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരോടാണ് നാം സുവിശേഷം പ്രസംഗിക്കേണ്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങളിൽ പൗലോസ് ശ്ലീഹ ചോദിക്കുന്നു, ആരും പ്രസംഗിക്കാനില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ആരും പ്രസംഗിക്കാനില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? കേൾവിയിൽ നിന്ന്. കേൾവി എങ്ങനെയാണ് വരുന്നത്? പ്രസംഗത്തിൽ നിന്ന്. ആരെങ്കിലും പ്രസംഗിക്കണം, ആ പ്രസംഗത്തിൽ നിന്ന് കേൾവി ഉണ്ടാകും. ആ കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്. നമ്മുടെ പൂർവികർ ആരിൽ നിന്നോ സുവിശേഷം കേട്ടു, അങ്ങനെ അവർ വിശ്വസിച്ചു, അതുകൊണ്ട് നാം വിശ്വസിക്കുന്നു. കേൾക്കാത്തവരോ എത്രയോ പേരുണ്ട്. ഞാൻ വേദപാഠ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത്, ഭാരതത്തിലെ എല്ലാവരും സുവിശേഷം കേട്ടിട്ടുണ്ട്, പക്ഷേ മറ്റുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് സുവിശേഷം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മളത് സ്വീകരിച്ചു. യേശുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ അവർക്കൊന്നും യേശുവിൻ്റെ രീതിയും യേശുവിൻ്റെ പഠനങ്ങളും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർ യേശുവിനെ സ്വീകരിച്ചില്ല, നമ്മൾ സ്വീകരിച്ചു. ഇതാണ് നമ്മെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഭാരതത്തിലെ 97% വിശ്വസിക്കാത്തത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, കേൾക്കാത്തത് കൊണ്ടാണ്. ആരും പ്രസംഗിക്കാനില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കാത്തത് കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത് എങ്കിൽ ഞാനും നിങ്ങളും തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കേട്ടിട്ട് അവർ വിശ്വസിക്കാത്തതാണെങ്കിൽ അവർ തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഈ വ്യത്യാസം നാം നമ്മുടെ മനസ്സിൽ കുറിച്ചിടണം. ഞാനും നിങ്ങളും പ്രസംഗിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ വിശ്വസിക്കാത്തതെങ്കിൽ പ്രസംഗിക്കാത്തതിൻ്റെ പേരിൽ ഞാനും നിങ്ങളും തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറയുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയുകയില്ല എന്ന് പറഞ്ഞ ഈശോ നമ്മോട് കണക്ക് ചോദിക്കും. ഇനി നമ്മൾ പ്രസംഗിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് അവരുടെ കാര്യം. നമ്മൾ പ്രസംഗിക്കണം. നമ്മൾ പ്രസംഗിക്കുമ്പോഴാണ് അവർ കേൾക്കുന്നത്. ആരും പ്രസംഗിക്കാനില്ല എങ്കിൽ അവർ കേൾക്കില്ല. ലോക ജനസംഖ്യയുടെ 1/6 വസിക്കുന്ന ഭാരതത്തിൽ
ഇനിയും 97% സുവിശേഷം കേട്ടിട്ടില്ലെങ്കിൽ ഞാനും നിങ്ങളും 2000 വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യം അവകാശപ്പെടുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികളായ നാം ക്രിസ്തുവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. 2000 വർഷം കഴിഞ്ഞിട്ടും വെറും 2.5% നാം ഒതുങ്ങി നിൽക്കുന്നു. നമ്മൾ വിശ്വാസം സ്വീകരിച്ചിട്ട് നൂറ്റാണ്ടുകളായി. നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. യേശുവിൽ നിന്ന് നേരിട്ട് സുവിശേഷം കേട്ട അപ്പസ്തോലൻ തോമസ് കാലുകുത്തിയ മണ്ണിലാണ് നാം. അവൻ വന്നിറങ്ങിയ പ്രദേശത്താണ് നാം. എന്നിട്ട് അവൻ്റെ ചൈതന്യം നമ്മൾ എന്നെങ്കിലും നേടിയെടുത്തിട്ടുണ്ടോ? ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ പറഞ്ഞ ഈശോയിൽ നിന്ന് അവർ കേട്ട സുവിശേഷം അവർ പ്രസംഗിച്ചു. അവരിൽ നിന്ന് നാം കേട്ടു. ഈ സുവിശേഷം നാം മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കുർബാനയിലെ സ്ഥാപനവാക്യങ്ങളെല്ലാം കഴിഞ്ഞ് 4ാമത്തെ പ്രണാമജപം എന്ന് പറയുന്ന ആ വലിയ പ്രാർത്ഥനയുണ്ട്. വൈദികൻ തന്നെ ചൊല്ലുന്ന വലിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഇപ്രകാരമാണ് നാം പ്രാർത്ഥിക്കുന്നത്: അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കേട്ടിട്ടുണ്ടോ? അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ആരാണ് അറിയേണ്ടത്? ഭൂവാസികളെല്ലാവരും. എന്നിട്ട് അയൽവാസികളെങ്കിലും അറിഞ്ഞോ? നിങ്ങളുടെ അയൽവാസികളോട് പറഞ്ഞോ ഈ ഭൂമിയിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂവെന്നും ആ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ഒരേ ഒരു രക്ഷകനാണ് യേശു ക്രിസ്തുവെന്നും അവൻ ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ മരക്കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് മറ്റുള്ളവരോട് പറയാൻ നാം മെനക്കെട്ടിട്ടുണ്ടോ? ഇത് പറയുന്നത് തെറ്റാണെന്നാണോ നാം കരുതുന്നത്? മറ്റുള്ളവർ വിദ്വേഷവും വെറുപ്പും പ്രസംഗിക്കുമ്പോൾ നാം നിഷ്ക്രിയരായി കേട്ടു നിൽക്കുന്നു. സ്നേഹം പ്രസംഗിക്കാൻ നാം മടിക്കുന്നു. അത് തെറ്റാണെന്ന് കരുതുന്നു. വെറുപ്പും വിദ്വേഷവും പ്രസംഗിക്കുന്നവർ ധൈര്യപൂർവ്വം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു. സ്നേഹം പ്രസംഗിക്കുവാൻ നാം മടിക്കുന്നു. അത് തെറ്റാണെന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണ്? തോമാസ് ലീഗ സുവിശേഷം പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അവൻ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് സുവിശേഷം പ്രസംഗിച്ചത്. തോമാസ് ലീഗ തിരിച്ചുപോയോ? തിരിച്ചുപോയില്ല. അവനുശേഷം വന്ന എത്രയോ മിഷണറിമാർ ഈ മണ്ണിൽ മരിച്ച് മണ്ണോട് ചേർന്നു. അവരുടെ ജീവിതത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് സുവിശേഷം എന്ന് കരുതി ആ സുവിശേഷത്തിന് വേണ്ടി അവരുടെ ജീവിതം അവർ ത്യാഗം ചെയ്തതുകൊണ്ട് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ ഈ സുവിശേഷമുണ്ട്. ഈശോയുടെ സുവിശേഷം, ഈശോയുടെ ചോരയുടെ മണമുള്ള വചനങ്ങളാണ് ഇതിലുള്ളത്. ചോര ചിന്തിക്കൊണ്ട് ജീവിതത്തിൽ ത്യാഗമർപ്പിച്ചുകൊണ്ട് അനേകർ ജീവൻ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് ഈ സുവിശേഷം എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ ഇരിക്കുന്നത്. ഇത് എൻ്റെ സൗകര്യത്തിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ പ്രഭാത വായനയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ളതല്ല. എനിക്ക് കിട്ടിയത് ഞാൻ മറ്റുള്ളവരോട് പറയണം. എനിക്ക് കിട്ടിയത് ഞാൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി നിങ്ങൾ മറ്റുള്ളവരോട് കൊടുക്കുവിൻ. നമ്മുടെ അയൽപ്പക്കക്കാരോടെങ്കിലും നാം സുവിശേഷം പ്രസംഗിക്കണം. ഒരുപക്ഷെ വീടും കുടുംബവും ഉപേക്ഷിച്ച് ദൂരസ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ എല്ലാവർക്കും സാധിച്ചില്ല എന്ന് വരും. പക്ഷേ എല്ലാവരും മിഷണറിമാരാണ്, എല്ലാവരും പ്രേക്ഷിതരാണ് എന്ന കാര്യം നാം മറക്കരുത്. നമ്മുടേതായ സാഹചര്യങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ, യേശുവിന് സാക്ഷ്യം കൊടുക്കുവാൻ നാം ശക്തി സംഭരിക്കണം. യേശുവിന് നാം സാക്ഷ്യം കൊടുക്കണം. മറ്റുള്ളവർ ജീവൻ ബലിയർപ്പിച്ച് ചോര ചിന്തി സംരക്ഷിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. ഇത് ആർക്കെങ്കിലും ഞാൻ കൊടുത്തില്ല എങ്കിൽ, ഇത് ആരോടെങ്കിലും ഞാൻ പങ്കുവച്ചില്ല എങ്കിൽ ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇത് പറയുടെ അടിയിൽ ഒളിച്ചു വെച്ച ദീപത്തിന് തുല്യമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ കാണത്തക്ക തരത്തിൽ ഇത് പ്രകാശിക്കണം. മറ്റുള്ളവരോട് ഞാൻ പറയണം, മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് അറിയണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സാക്ഷികളായി മാറുന്നത്. സുവിശേഷം പ്രസംഗിക്കാനാണ് നാം എല്ലാവരും യേശുവിനെ അറിഞ്ഞിട്ടുള്ളത്. യേശു നമ്മെ രക്ഷിച്ച കാര്യം മറ്റുള്ളവരോട് നാം അറിയിക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾ കൗതുകത്തിന് വേണ്ടിയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. യൂദാസ് മരിച്ചതിന് ശേഷം മത്തിയാസിനെ തിരഞ്ഞെടുത്തു.
അങ്ങനെ 12 പേരുണ്ടായിരുന്നു. ഈ 12 പേര് എങ്ങനെ മരിച്ചെന്ന് വെറുതെ കൗതുകത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ പോലും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല. കട്ടിലിൽ കിടന്ന് മരിക്കുവാനുള്ള സമയമുണ്ടായില്ല. അവർ മരിച്ചത് കുന്തമുനയിലും വാൾത്തലയിലും എരുതിയിലും വറചട്ടയിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും കുരിശിലുമാണ്. പത്രോസ് കുരിശിൽ തലകീഴായി മരിച്ചു. തോമാസ് ലീഹ, നമ്മോട് സുവിശേഷം പറഞ്ഞ തോമാസ് ലീഹ കുന്തമുനയാൽ കൊല്ലപ്പെട്ടു. പൗലോസ് ലീഹയുടെ കഴുത്ത് അവർ അറുത്തു. അവൻ്റെ തല 3 പ്രാവശ്യം തെറിച്ച് മരിച്ചു. ഇങ്ങനെ പലരും ജീവനോടെ കത്തിച്ച് ചാമ്പലാക്കപ്പെട്ടു, ജീവനോടെ തൊലിയുരിയപ്പെട്ടു. ഒരു മനുഷ്യൻ പോലും, ഒരു യേശുവിൻ്റെ ശിഷ്യൻ പോലും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കട്ടിലിൽ കിടന്ന് മരിക്കാൻ സാധിക്കാതെ പോയത്? അവർ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ അവരോട് ചോദിച്ചു, നിനക്ക് ജീവൻ വേണമോ വിശ്വാസം വേണമോ? നിനക്ക് ജീവൻ വേണോ സുവിശേഷം വേണോ? ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വാസം എന്ന് തിരിച്ചറിഞ്ഞ്, ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സുവിശേഷം എന്ന് തിരിച്ചറിഞ്ഞ് സുവിശേഷം നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവൻ അവരെ വലിച്ചെറിഞ്ഞു. അങ്ങനെ സുവിശേഷം ചേർത്ത് വെച്ച് ജീവൻ വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇന്ന് സുവിശേഷം ഇരിക്കുന്നത്. ചെറിയ ത്യാഗം നമ്മൾ ഈ സുവിശേഷത്തിന് വേണ്ടി എടുക്കാൻ തയ്യാറായെങ്കിൽ, ജീവൻ ബലിയർപ്പിക്കണമെന്നോ ചോര ചിന്തണമെന്നോ കുരിശിൽ മരിക്കണമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയൊരു ത്യാഗം, ചെറിയൊരു ധനനഷ്ടം, ചെറിയൊരു സമയനഷ്ടം, ചെറിയൊരു ത്യാഗം ഈ സുവിശേഷത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഭാരതത്തിൽ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ ജനം ഇന്നും സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആദിലാബാദ് രൂപതയിൽ മാത്രം 4 ജില്ലകളിലായിട്ട് 1500 ഗ്രാമങ്ങളിൽ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ല. 58 വർഷത്തെ സുവിശേഷ പ്രവർത്തനത്തിന് ശേഷം ഇന്നും സുവിശേഷം കേൾക്കാത്ത 1500 ഗ്രാമങ്ങളിൽ സുവിശേഷം ഇന്ന് വരെ എത്തിയിട്ടില്ല. യേശുവിനെ അവർക്കറിയില്ല. യേശു ആരാണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ക്രിസ്തു മരിച്ചിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞു. ക്രിസ്മസ് നാം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ക്രിസ്തു ജനിച്ച കാര്യം പോലും ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലുള്ള കോടിക്കണക്കിന് ജനങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ പറഞ്ഞില്ല എങ്കിൽ അവരെങ്ങനെ അറിയും? നമ്മൾ അറിയിച്ചില്ല എങ്കിൽ അവരെങ്ങനെ അറിയും? നമ്മൾ അറിയിക്കണം, അപ്പോഴാണ് അവരറിയുക. എൻ്റെ രൂപതയിൽ മാത്രം 1500 ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല. ഈ 1500 ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഒരൊറ്റ രൂപതയുടെ കാര്യമാണ് ഇതെങ്കിൽ ഭാരതത്തിലുള്ള എല്ലാ രൂപതകളും കൂട്ടിവെക്കുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലാണ് ഇനി സുവിശേഷം എത്താനുള്ളത്? നമ്മൾ വളരെ ലാഘവത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ സൗകര്യത്തോടെ ഈ വിശ്വാസം ജീവിക്കുന്നു. ഇത്രയും മനോഹരമായ ദേവാലയത്തിൽ നിങ്ങൾ വളരെ ശാന്തമായി സുവിശേഷം കേൾക്കുന്നു, വളരെ ശാന്തമായി സുവിശേഷം കേൾക്കുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ 2 സൈഡിലും 2 ഫാനുണ്ട്, പിന്നെ 2 AC-യുമുണ്ട്. വളരെ സൗകര്യപ്രദമായിട്ടാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. പക്ഷേ അപ്പോസ്തലന്മാർ ചോര ചിന്തിക്കൊണ്ടാണ് സുവിശേഷം പ്രസംഗിച്ചത്, മുറിവേറ്റിട്ടാണ് സുവിശേഷം പ്രസംഗിച്ചത്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം വീഴുന്ന, വെയിലടിക്കുമ്പോൾ വെയിലകത്ത് പ്രവേശിക്കുന്ന, പൊട്ടിപ്പൊളഞ്ഞ കൂരകളിലിരുന്ന്, മരച്ചുവട്ടിലിരുന്ന് സുവിശേഷം കേൾക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ കാസയിൽ വെള്ളം വീഴാതിരിക്കാൻ അൾത്താരം മാറ്റിയിട്ട് കുർബാന ചൊല്ലുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ മഴ നനഞ്ഞ് സുവിശേഷം എടുത്ത് വായിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ തുലനം ചെയ്യുമ്പോൾ നാം എവിടെയാണ്? എന്നിട്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന്, നമ്മുടെ സുഭിക്ഷതയിൽ നിന്ന്, നമ്മുടെ സൗകര്യത്തിൽ നിന്ന് സുവിശേഷം എത്താത്തിടത്ത് സുവിശേഷം എത്തിക്കുവാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ സമയം അതിനു വേണ്ടി ചിലവഴിക്കാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ? വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വില കൊടുത്തിട്ടില്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ വില കൊടുത്തിട്ടില്ല. കാരണം അത്രയും സൗകര്യപ്രദമായിട്ടാണ് നാം വിശ്വാസം നമ്മുടെ കേരളക്കരയിൽ നാം ജീവിച്ചു പോരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഭിക്ഷതയും അനുഭവിച്ചാണ് നാം നമ്മുടെ വിശ്വാസം ജീവിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഒറീസയിലും നൈജീരിയയിലും ഭാരതത്തിൻ്റെ തന്നെ ഭാഗങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ചും ക്രിസ്മസ് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്നത്. പള്ളി കത്തിക്കുന്നവർ തിരഞ്ഞെടുക്കുന്നത് ക്രിസ്മസ് രാത്രിയാണ്. ബോംബിടുവാൻ
ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന ദിവസം ക്രിസ്മസ് രാത്രിയാണ്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ പേർ പള്ളിയിൽ വരുന്ന ദിവസം. പള്ളി കത്തിച്ചാൽ ഏറ്റവും കൂടുതൽ പേർ ഇരയാകണമെങ്കിൽ ക്രിസ്മസ് രാത്രിയിൽ കത്തിക്കണം. അതുകൊണ്ടാണ് ഒറീസയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നൈജീരിയയിലുമൊക്കെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പള്ളികൾ കത്തിക്കപ്പെടുന്നതും അവർ നിന്ന് കത്തുന്നതും. ക്രിസ്മസിൻ്റെ അന്ന് അവരുടെ കുടിലുകൾ പൂട്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ അവർക്കറിയാം ചിലപ്പോൾ തിരിച്ചു വരില്ല എന്ന്. അവർക്കറിയാം ആ യാത്ര അവസാന യാത്രയാകുമെന്ന്. അവർക്കറിയാം പള്ളിയിലേക്കല്ല സ്വർഗത്തിലേക്കാണ് അവർ നടന്നു പോകുന്നത്. എങ്കിലും ആ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ അവരുടെ കുടിലുകൾ പൂട്ടും, ബൈബിൾ എടുക്കും, എന്നിട്ട് പള്ളിയിലേക്ക് നടക്കും. വിശ്വാസത്തിന് അവർ വില കൊടുക്കുകയാണ്, ജീവൻ പണയം വെച്ച് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതോ 25 ദിവസം നോമ്പെടുത്ത് വട്ടയപ്പവും കോഴിയിറച്ചിയുമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വെച്ച് ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോയി അത് കഴിക്കാനുള്ള ആവേശത്തിലാണ് നമ്മൾ വന്ന് പാതിര കുർബാനയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് നല്ല ഉറപ്പാണ് നമ്മൾ തിരിച്ചെത്തുമെന്ന്. നമുക്ക് നല്ല ഉറപ്പാണ് നമ്മൾ പോയി വട്ടയപ്പം കഴിക്കുമെന്ന്. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ അവർ വീട് പൂട്ടുമ്പോൾ യാതൊരു ഉറപ്പുമില്ല തിരിച്ചെത്തുമെന്ന്. അവർ വിശ്വാസത്തിന് വില കൊടുക്കുന്നു. അവരുടെ വിശ്വാസം വില കൊടുത്ത് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നാം വില കൊടുത്ത് ജീവിക്കണം. വിശ്വാസത്തിന് നാം സാക്ഷ്യം കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വില വർദ്ധിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇതാണ് മൂന്നാമത്തെ തലം. വചനം പഠിക്കുക, വചനം പാലിക്കുക, വചനം പ്രഘോഷിക്കുക. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത്രയും നാൾ വചനം കേട്ടിട്ടും വചനം പഠിച്ചിട്ടും വചനം ധ്യാനിച്ചിട്ടും വർഷങ്ങളായി ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടും ഇതുവരെ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വചന ജീവിതത്തിൻ്റെ പൂർണ്ണാവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ? ഞാനടക്കം ഇല്ല. വചനം പ്രഘോഷിക്കുന്ന അവസ്ഥയിലെത്തണം. ഇനി ആരോടാണ് പ്രസംഗിക്കേണ്ടത്? അത് ഞാൻ എടുത്തെടുത്ത് പറയണം. അല്ല എങ്കിൽ നിങ്ങൾ പോയി വലിയ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടുത്തെ അച്ഛനോട് പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കാം. ആരോടാണ് പ്രസംഗിക്കുന്നത്? 10 പ്രാവശ്യം ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരോട്, അല്ലെങ്കിൽ 100 പ്രാവശ്യം ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരോടായിരിക്കും നിങ്ങൾ പ്രസംഗിക്കുന്നത്. അവരോടല്ല പ്രസംഗിക്കേണ്ടത്. സുവിശേഷം കേൾക്കാത്തവരോട്, മതിലിൽ വചനം എഴുതി വച്ചിരിക്കുന്നവരെ, മതിലിനപ്പുറത്തുള്ള സുവിശേഷം കേൾക്കാത്തവരോട് സുവിശേഷം പ്രസംഗിക്കാൻ പരിശ്രമിക്കും. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 15-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ മനോഹരമായൊരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 15-ാം അധ്യായം 20-ാമത്തെ വചനം. അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. മറ്റുള്ളവർ പണിത അടിസ്ഥാനത്തിന്മേൽ പണിയാൻ വേണ്ടി ഞാൻ സമയം കളഞ്ഞില്ല. മറ്റൊരുവൻ പണിത അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ഉത്സാഹിച്ചു. പൗലോസ് വളരെ വൈകി അപ്പസ്തോലനായവനാണെന്ന് നമുക്കറിയാം. പൗലോസ് വരുന്നതിന് മുമ്പ് പത്രോസും യാക്കോബുമെല്ലാം സുവിശേഷ പ്രസംഗം ആരംഭിച്ചിരുന്നു. അവർ അടിസ്ഥാനം ഇട്ടിരുന്നു. പൗലോസ് പറയുകയാണ്, അവരിട്ട അടിസ്ഥാനത്തിന്മേൽ പണിയാനല്ല ഞാൻ പരിശ്രമിച്ചത്, മറ്റുള്ളവരിട്ട അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ആരംഭിച്ചു. ആരൊക്കെയോ വിയർപ്പൊഴുക്കി ചോരയൊഴുക്കി പണിത അടിസ്ഥാനത്തിന്മേൽ വീണ്ടും വീണ്ടും പണിയുക വളരെ എളുപ്പമുള്ളതാണ്. എന്നാൽ പുതിയ അടിസ്ഥാനങ്ങൾ ഇടുക, വിശ്വാസത്തിന് തുടക്കം കുറിക്കുക വളരെ ക്ലേശം നിറഞ്ഞതാണ്. ഇതാണ് നാം ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ അറിയാത്തവരോട് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. എല്ലാവരും സുവിശേഷം അറിയണം, എല്ലാവരും സുവിശേഷം കേൾക്കണം. ഇതായിരിക്കണം നമ്മുടെ സ്വപ്നം, ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. പൗലോസ് എല്ലാവരെയും സുവിശേഷം പ്രസംഗിക്കാൻ, എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാൻ വളരെയധികം പരിശ്രമിച്ചവനാണ്. അതിനുവേണ്ടി വില കൊടുത്തവനാണ്. അവസാന സമയം പൗലോസ് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഗ്രിപ്പ രാജാവ് പൗലോസിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗലോസിനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ചങ്ങലയിലാണ് പൗലോസ്. അപ്പോൾ പൗലോസിനോട് വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പൗലോസ് വാചാലനായി.
യേശുവാണ് ഏകരക്ഷകൻ, യേശുവിനെ എല്ലാവരും അറിയണം, യേശുവിനെ എല്ലാവരും അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അഗ്രിപ്പ രാജാവ് പൗലോസിനോട് ചോദിച്ചു, പൗലോസേ, എന്താ നിന്റെ ഉദ്ദേശം? എന്നെ എളുപ്പത്തിൽ ക്രിസ്ത്യാനിയാക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? പൗലോസിലേക്ക് എന്താണ് മറുപടി പറഞ്ഞത്? എളുപ്പത്തിലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നീ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എൻ്റെ കയ്യിലുള്ള ചങ്ങലയൊഴികെ എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്നും ക്രിസ്തുവിനെ അംഗീകരിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 28, 29 വചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായം 28, 29 വചനങ്ങൾ. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ ധൈര്യം അപാരം. അവൻ ചങ്ങലയിലാണ്, അവന് ചങ്ങലയ്ക്ക് പൂട്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് പറയുന്നത്, അഗ്രിപ്പ രാജാവേ, നീ മാത്രമല്ല, നിന്റെ സദസ്സിലുള്ള എല്ലാവരും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എളുപ്പത്തിലാണെങ്കിലും അല്ലെങ്കിലും എന്നെ പോലെയാകണമെന്ന്. അതായത് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന എന്നെ പോലെയാകണമെന്ന്, രക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ചങ്ങലയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ചങ്ങലയുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഇതായിരുന്നു പൗലോസിൻ്റെ ആഗ്രഹം. കേൾക്കാത്തവരോട് സുവിശേഷം പ്രസംഗിക്കുക, കേൾക്കാത്തവരുടെ മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷിയാകുക. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. വചനജീവിതത്തിൻ്റെ ആദ്യത്തെ പടിയിലോ രണ്ടാമത്തെ പടിയിലോ തങ്ങി നിൽക്കാതെ മൂന്നാമത്തെ പടിയിലേക്ക് നമുക്ക് ഉയരാം. വചനത്തിൻ്റെ ശക്തി ഈ ലോകത്തിലെ താത്കാലികമായ നശിച്ചു പോകുന്ന വസ്തുക്കൾക്ക് വേണ്ടി അല്ലാതെ ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് അനുഭവിക്കാം. യേശു രോഗശാന്തി നൽകിയിട്ടുണ്ട്, വിടുതൽ നൽകിയിട്ടുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വിശപ്പുള്ളവരെ തീറ്റിപ്പോറ്റിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും കുടുങ്ങിക്കിടക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് യേശുവിൻ്റെ ലക്ഷ്യം ദൈവമക്കളാക്കി മാറ്റുക എന്ന നമ്മുടെ ലക്ഷ്യം, നമ്മെ ദൈവമക്കളാക്കി മാറ്റുക എന്ന യേശുവിൻ്റെ ലക്ഷ്യം, അതായിരുന്നു സുവിശേഷ പ്രസംഗത്തിൻ്റെ ആത്യന്തികമായ. ഈ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്, മറ്റുള്ളവരെ നയിക്കേണ്ടത്. വചനം നമുക്ക് പഠിക്കാം, വചനം നമുക്ക് പാലിക്കാം, വചനം നമുക്ക് പ്രഘോഷിക്കാം. പ്രഘോഷിക്കുമ്പോൾ ആരോടാണ് പ്രഘോഷിക്കേണ്ടത്? യേശുവിനെ ഇന്നുവരെ കേട്ടിട്ടില്ലാത്തവരോട്. ഈ ഭൂമിയിൽ എത്രയോ വർഷം ജീവിക്കുവാൻ തമ്പുരാൻ എനിക്ക് കൃപ നൽകി. ഒരു മനുഷ്യനോടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയാം. ബൈബിൾ വായിച്ചിട്ടില്ലാത്ത ഒരുവനെങ്കിലും ഒരു ബൈബിൾ വാങ്ങിച്ചു കൊടുക്കാം. മറ്റുള്ളവർക്ക് നാം വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, കേക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, എല്ലാം നല്ലത് തന്നെ. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം ദ്രവിച്ചു പോകും. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ അവർ കഴിച്ചാൽ തീരും. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ജീവനുള്ള വചനം അവനും അവൻ്റെ തലമുറയ്ക്കും രക്ഷ നേടിക്കൊടുക്കും, അവനും അവൻ്റെ തലമുറയ്ക്കും ജീവൻ കൊടുക്കും. അതുകൊണ്ട് നശിച്ചു പോകുന്ന നശ്വരമായ വസ്തുക്കൾ കൊടുക്കാതെ നിലനിൽക്കുന്ന നിത്യസമ്മാനം അവർക്ക് കൊടുക്കുന്ന വലിയ സമ്മാനം തന്നെ, ക്രിസ്തുവിനെ തന്നെ, അവൻ്റെ സുവിശേഷം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാം. ലോകം മുഴുവൻ പോയി പറയാൻ സാധിച്ചില്ലെങ്കിലും, കുടുംബത്തെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോകാൻ സാധിച്ചില്ലെങ്കിലും, ഒരു മനുഷ്യനോടെങ്കിലും, കൂടെയുള്ള കണ്ടാൽ അറിയാവുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടിയിട്ടുള്ള പരിചയമുള്ള ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാൻ, ബൈബിൾ അവന് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം. അപ്പോൾ നമ്മുടെ വചനജീവിതം പൂർണ്ണ വളർച്ചയിലെത്തും, വചനജീവിതം അതിൻ്റെ ഉച്ചകോടിയിലെത്തും. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 5 ദിവസം നിങ്ങളോട് വചനം പ്രസംഗിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളോട് വചനം പ്രസംഗിക്കുമ്പോൾ ഞാനും ആ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് വചനം വായിക്കാൻ പറയാതെ ഞാൻ തന്നെ വചനം വായിച്ചത്. എനിക്ക് വേണമെങ്കിൽ നമ്മുടെ ഡേവിസ് ചേട്ടനോട് വചനം വായിക്കാൻ പറയാമായിരുന്നു, അല്ലെങ്കിൽ അവരോട് വചനം വായിക്കാൻ പറയാമായിരുന്നു. പക്ഷേ ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ശക്തി അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലൂടെ ഈ വചനം പ്രവഹിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ വചനത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം വായിച്ചത്, ഈ വചനം പ്രസംഗിച്ചത്. ഈ വചനം പ്രസംഗിക്കൽ എനിക്ക് വലിയ അഭിഷേകത്തിൻ്റെ അനുഭവമായിരുന്നു. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും കൊച്ചച്ഛന്മാരോടും കൈക്കാരന്മാരോടും കമ്മിറ്റിക്കാരോടും നിങ്ങളേവരോടും ഞാൻ നന്ദി പറയുന്നു. അതിനേക്കാൾ ഉപരിയായി
കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആദിലാബാദ് രൂപതയോട് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സ്നേഹത്തിനും കരുതലിനും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. 2-3 അവസരങ്ങളിൽ രൂപതയുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറയുവാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ അവസരങ്ങളിലെല്ലാം നിങ്ങൾ ഞങ്ങളെ കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദി പറയുന്നു. കുറേ പേർ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്, അവിടെ താമസിച്ച് അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ലൂർദ് പള്ളിയുടെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കുവാനുള്ള പണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം നിങ്ങളോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണം. സുവിശേഷം കേട്ടിട്ടില്ലാത്ത 1500 ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾ നടത്തുന്ന ഭഗീരഥ പ്രയത്നത്തിൽ ഞങ്ങളെ സർവശക്തൻ കാക്കണമേ എന്ന്, അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളിലൂടെ, എളിയവരായ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ആദിലാബാദിൽ സുവിശേഷം വ്യാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ രൂപതയിലെ എല്ലാ മിഷണറിമാരെയും അവിടുത്തെ പാവപ്പെട്ട വിശ്വാസികളെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. ഈ ദിവസങ്ങളിൽ ക്ഷമാപൂർവം, വളരെ ഉത്സാഹത്തോടെ, ശ്രദ്ധാപൂർവം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെ തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എന്നും പ്രാർത്ഥനയിൽ ഓർക്കുകയും ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിങ്ങളെ നിറയ്ക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ജോസച്ചനോടും കൊച്ചച്ചന്മാരോടും കൈക്കാരന്മാരോടും കമ്മിറ്റിക്കാരോടും നിങ്ങളേവരോടും നന്ദി പറഞ്ഞുകൊണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് അവസാനത്തെ ദിവസമായതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൂടുതലായി ആരാധനയിൽ ചെലവഴിച്ച് അഭിഷേകത്തിന് വേണ്ടി, സാക്ഷ്യം കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും സമർപ്പിച്ച് എല്ലാത്തരം സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു. അത് വേണം, പക്ഷേ അതിൽ കുടുങ്ങിക്കിടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്യന്തികമായിട്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യജീവൻ നേടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.